കുമ്പളങ്ങ വിളവെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ കുമ്പളങ്ങയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഇത് നല്ലൊരു വെറൈറ്റി കുമ്പളങ്ങയായിട്ട് കേട്ടോ. ഇതുകൊണ്ട് ഇത് ആക്ച്വലി ഫസ്റ്റ് ഞാനൊരു പന്തലൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്തായിരുന്നു ഈ കുമ്പളങ്ങ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴിപ്പോൾ പന്തലൊക്കെ അങ്ങ് പന്നലായി പോയി കഴിഞ്ഞപ്പോൾ ഈ കുമ്പളങ്ങ തന്നെ ഒരു ചെടിയിൽ ഇതുപോലത്തെ ഇത് നമ്മുടെ റൊളീനിയ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടിൻ്റെ ചെടിയാണ്, അതിലാണ് ഇത് കയറി കിടക്കുന്നത്. പിന്നെ കുറച്ച് മതിലിൽ കുറച്ച് നെറ്റിട്ടിട്ടുണ്ട്, അന്നേരം അതിൻ്റെ മുകളിലേക്കും ഈ കുമ്പളങ്ങ അങ്ങ് പടർന്ന് പോയിട്ടുണ്ട്. ഇത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവിടെ കുമ്പളങ്ങ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തയ്യാറാക്കാം കേട്ടോ. സാമ്പാറിൻ്റെ അകത്ത് ഉപയോഗിക്കാം, അവിയലിൻ്റെ അകത്ത് ഉപയോഗിക്കാം, അതുപോലെ തന്നെ തോരൻ, പിന്നെ മോരുകറിക്കും ഇത് ബെസ്റ്റാണ്. കുമ്പളങ്ങ മോരുകറി തയ്യാറാക്കാൻ ഈ ഒരു കുമ്പളങ്ങ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇത് ഞാൻ നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത്, അതായത് ആർട്ടിഫിഷ്യലായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാറില്ല, നമ്മുടെ ചാണകപ്പൊടി മാത്രം യൂസ് ചെയ്താണ് ഇത് ഞാൻ വളർത്തുന്നത്. പിന്നെ ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് സമയം നല്ല വെയിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഓമയ്ക്കയുടെ അടുത്ത് വരുമ്പോൾ നോക്കിയില്ല. കാരണം ഇതിൻ്റെ പുറഭാഗം നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ച നിറത്തിലിരിക്കും, പക്ഷെങ്കിൽ അതിൻ്റെ അകം കണ്ടോ, കിളികൾക്കത് മനസ്സിലാവും അതിൻ്റെ അകം പഴുത്തിട്ടുണ്ടോയെന്ന്. അത് കുത്തി അത് കണ്ടില്ലേ, പുറം നല്ല പച്ച കളറിരിക്കും, അകത്ത് കണ്ടോ നല്ല മഞ്ഞ കളറിരിക്കുന്ന ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ് ഇത്. അത് കിളി കുത്തിക്കൊണ്ടുപോയി. പിന്നെ ഇത് നമ്മുടെ ചെടികളുടെ അടുത്ത് വരികയാണെങ്കിൽ, ചെടികളിൽ ഇപ്പം നല്ലൊരു പൂക്കാലമാണല്ലോ, പൂക്കളുടെ അതായത് ഹാർവെസ്റ്റിംഗ് ടൈമും പൂക്കളുടെ ഒരു ടൈമും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ മിക്ക ചെടിയിലും പൂക്കളുണ്ട് കേട്ടോ. നമ്മുടെ 10 മണി ചെടിയിലാണെങ്കിലും ബന്ദി ചെടിയിലാണെങ്കിലും ഒക്കെ എല്ലാത്തിലും പൂക്കളുണ്ട്. ബന്ദി ചെടിക്ക് തന്നെയാണോ ക്രിസാന്തം എന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ക്രിസാന്തമം നല്ല പോലെ മാരിഗോൾഡാണിത് കേട്ടോ. ഈ മാരിഗോൾഡ് നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട് കണ്ടോ, നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ പച്ചക്കറികൾ നിങ്ങൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ഗ്രോ ബാഗുകളിൽ ഒത്തിരി പേര് ഞാൻ കൃഷി ചെയ്യുന്ന, ടെറസിലൊക്കെ കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി നല്ലതാണ്. കാരണം നമുക്കൊന്നുകൂടെ കാണാനൊരു ഭംഗിയൊക്കെ എനിക്ക് തോന്നും. മണ്ണിൽ നടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ കാണാനൊരു നല്ലതായിട്ട് തോന്നാറുണ്ട്. ഇങ്ങനെ ചെറിയ ചട്ടികളിലാണെങ്കിൽ പോലും കണ്ടോ, പച്ചമുളക് നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സ്ഥലമില്ലെന്നൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ചട്ടികളിൽ നമ്മൾ വഴുതനങ്ങ ആയാലും പച്ചമുളകായാലും ഒക്കെ നട്ടു വെക്കാം കേട്ടോ. നല്ല ഭംഗിയാണ് കണ്ടോ, നോക്കിക്കേ എന്ത് ഭംഗിയായിട്ടാണ് ഈ പച്ചമുളകൊക്കെ കായ്ച്ച് കിടക്കുന്നത് കേട്ടോ. നല്ല വലിപ്പമുള്ള പച്ചമുളക് കേട്ടോ. ഇതിന് ഒരുപാട് ഞാൻ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല. ഈ പച്ചമുളക് നടുന്ന ഒരു ടൈമിൽ അതിൻ്റെ മണ്ണിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, അതായത് മണ്ണ് നമ്മൾ നടുമ്പോൾ ഇത് ഉണങ്ങിയ ചാണകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയും മണ്ണ്, അതുപോലെ തന്നെ കുറച്ച് കൊക്കോപ്പിറ്റോടെ മിക്സ് ചെയ്താണ് അതിൻ്റെ ഒരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയത്. അങ്ങനെയാണ് മിക്കതിനും ഞാൻ ചെയ്യാറുള്ളത്. അത് നല്ലൊരു രീതിയാണ്. മിക്കതും കായ്ക്കാറുമുണ്ട്, നല്ല രീതിയിൽ കിട്ടാറുമുണ്ട്. ഇത് എന്താണെന്ന്, ഇത് നമ്മുടെ അമ്പഴമാണ് കേട്ടോ. അമ്പഴവും നല്ല രീതിയിൽ കായ്ച്ച് കിടക്കുകയാണ്. അതിൻ്റെ പുറത്ത് എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ ഒരു കളർ ഷെയ്ഡ് വരുന്നത്, അതെനിക്കറിയത്തില്ല. പക്ഷെ നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്, എന്തുവാണെങ്കിലും അതിൻ്റെ പുറത്ത് ഇതുപോലത്തെ ഒരു പാട് വരും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ് കേട്ടോ. ഒരു പുളി എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാങ്ങയുടെ ടേസ്റ്റ് പോലൊക്കെ തോന്നും. ഇത് ഓരോരുത്തർ ഉപ്പിലിടാറുണ്ട്, പലരും ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കാറുണ്ട്. പക്ഷെ മാങ്ങയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് പോലെ തോന്നും, എന്നാലൊരു മധുരമുണ്ട്. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ അമ്പഴങ്ങയ്ക്കുള്ളത്. ഇത് ഒരുപാട് വലിപ്പമാകാതെ പെട്ടെന്ന് തന്നെ കായ്ക്കുന്നൊരു വെറൈറ്റി കേട്ടോ. ഇത് ലൂബിക്ക അല്ലെങ്കിൽ ലൗലോലിക്ക എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ്. ഇത് ഉപ്പിലിടാനും അതുപോലെ തന്നെ പിക്കിളുണ്ടാക്കാനും വളരെ നല്ലതാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളത്, നിറയെ കായ്ക്കും കേട്ടോ. ഇത് നട്ടിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു 3 years 4 year ആകുന്നതേ ഉള്ളൂ ഇത് നട്ടിട്ട്. ഇതിന് ഞാൻ അങ്ങനെ വളമൊന്നും പ്രയോഗിക്കാറില്ല കേട്ടോ. വളമില്ലാതെ തന്നെ കായ്ച്ച് തന്നെ വരുന്നതാണിത്.
പിന്നെ വീണ്ടും നമ്മുടെ ചില്ലി തോട്ടത്തിലേക്ക് നമ്മുടെ പച്ചക്കറികളിൽ ഞാൻ മിക്കതും നട്ടിട്ടുണ്ട്. പയർ, വെണ്ട, അതുപോലെ വഴുതനങ്ങ, പച്ചമുളക്, കോവൽ, ഇതെല്ലാം തന്നെ നട്ടിട്ടുണ്ട്. കാരണം ഒരുമാതിരി പച്ചക്കറികൾ, അതുപോലെ തന്നെ പടവലം, പാവയ്ക്ക, ഇതൊക്കെ നട്ടിട്ടുണ്ട്. കാരണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഈ പച്ചക്കറികളിൽ ഭയങ്കരമായ കെമിക്കൽ പെസ്റ്റിസൈഡ്സാണ് അവർ യൂസ് ചെയ്യുന്നതാണ് കേട്ടത്. അതിൽ പിന്നെ ഞാൻ വളരെ കുറച്ചാണെങ്കിൽ തന്നെയും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഉള്ള സമയത്ത്, ഒരുപാട് സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നില്ല, ഉള്ള സമയത്ത് ഇതുപോലെ കൃഷി ചെയ്തത് എനിക്ക് ഒരു സമയം അതിനുവേണ്ടി നമ്മൾ മാറ്റി വെക്കണം. അത് നമുക്ക് ഒത്തിരി നല്ലതാണ്. ഇത് കൃഷി ചെയ്യുന്നത് പോലെ നമ്മുടെ മാനസികമായിട്ടും നമുക്കൊരു വളരെ ഒരു സ്ട്രെസ് റിലീഫാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതുപോലെയൊക്കെ കായ്ച്ച് കാണാൻ നല്ല ഭംഗിയല്ലേ. പച്ചമുളക്, ഇത് വേറൊരു വെറൈറ്റിയാണേ. ഇത് പാൽ കാന്താരി അല്ല ഇത്, പക്ഷേ ഇത് പച്ചമുളക് പോലത്തെ ഒരു വെള്ള പച്ചമുളകാണ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. കണ്ടോ, നല്ല നീളമൊക്കെ ഉള്ള ടൈപ്പ്. ഇത് വെള്ള കാന്താരിയാണ് അതിൻ്റെ അപ്പുറത്ത് നിന്നത്. ഇത് നമ്മുടെ സാധാരണ കാന്താരി ഇപ്പുറത്ത്. അങ്ങനെ പല വിധത്തിലുള്ള പച്ചമുളകുകൾ നിറയെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്, ഭയങ്കരമായ എരിവുള്ള വെറൈറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ കറിക്കകത്താണെങ്കിലും എരിവ് കൂട്ടുന്നവർക്ക് അത് ഒത്തിരി നല്ലതായിരിക്കും. പക്ഷെ നമുക്ക് ഞാൻ അത്ര എരിവ് ഉപയോഗിക്കാത്തത് കൊണ്ട് ഇത് നമ്മുടെ റോസിൻ്റെ അകത്ത് നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇടയ്ക്ക് ചില ജീവികളൊക്കെ വരും കേട്ടോ. അതൊരു അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇതുപോലുള്ള മാരിഗോൾഡ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. കാരണം ഇതുണ്ടെങ്കിൽ ഒരുമാതിരി കീടങ്ങളൊന്നും അടുത്ത് വരത്തില്ല കേട്ടോ. ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണമായിരിക്കും പലതും അങ്ങനെ അടുത്ത് വരാറില്ല. കീടങ്ങൾക്ക് ഒരു പ്രതിരോധ മാർഗ്ഗം എന്ന രീതിയിൽ നമ്മുടെ പച്ചക്കറികൾക്കിടയിലാണെങ്കിലും എനിക്കത് നടാൻ നല്ലതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് മനസ്സിലായത് എന്തിൻ്റെ പൂവാണെന്ന്? ആ പൂവിൻ്റെ അറ്റത്താണ് ഒരു തുമ്പി വന്നിരിക്കുന്നത് കണ്ടോ. വളരെ മനോഹരമായിട്ടില്ലേ? അപ്പോൾ ഇത് എന്തിൻ്റെ പൂവാണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായോ? അതോ സംശയമാണോ? ഇത് അലോവേരയുടെ പൂവാണ് കേട്ടോ. അലോവേരയുടെ നടുക്ക് ഇങ്ങനെ ഒരു കൂമ്പ് പോലെ വന്നിട്ട് അതിൻ്റെ മണ്ടയിലുണ്ടാകുന്ന പൂക്കളൊക്കെ കണ്ടോ. ഇതാണ് ഈ അലോവേരയിൽ നിന്ന് ഇതുപോലെ കമ്പ് പോലെ മുകളിലേക്ക് പോയിട്ട് അതിൻ്റെ അഗ്രഭാഗത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ പോലെ വരും. അതുപോലെ തന്നെ കൃഷി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് പറയണേ. അതായത് പിന്നെ വളം, ഏറ്റവും നല്ല വളം ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സക്സസ് ആയിട്ടുള്ള വളങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരുപാട് നമ്മൾ ഏത് കൃഷിയാണെങ്കിലും ഒരുപാട് ഈ NPK പോലുള്ള വീര്യം കൂടിയ വളങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇടാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് ചാണകപ്പൊടിയൊക്കെ, അതാണ് സാധാരണ എല്ലുപൊടി, അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ മതി. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പൂക്കൾക്ക് പിന്നെ അത് നമ്മൾ ആഹാരമായിട്ടൊന്നും അകത്തോട്ട് പോകുന്നില്ല. അതുകൊണ്ട് അതിന് നമുക്ക് ഫ്ലവറിങ് ബൂസ്റ്റേഴ്സ്, ഫ്ലവറിങ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. DAP, NPK ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ല രീതിയിൽ പൂക്കും. അത് പ്രത്യേകിച്ച് 19 ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു നുള്ളിട്ട് കൊടുത്താലും മതി, അത് പെട്ടെന്ന് പൂക്കുന്നത് കാണും. അതുപോലെ തന്നെ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലുള്ള വളങ്ങൾ ഇടുമ്പോൾ ഈ വെയിലുള്ള സമയത്ത് വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കൂ, അല്ലെങ്കിൽ ഇത് മുഴുവൻ കരിഞ്ഞും പോവും. അതുകൊണ്ട് ഈ വളങ്ങൾ ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് സൂക്ഷിച്ച് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മാക്സിമം വളം ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് നമ്മൾ പ്രത്യേകം. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഓവർ വാട്ടറിങ് പാടില്ല. ഒത്തിരി ആയിപ്പോയാലും ചെടിയൊക്കെ ഉണങ്ങി അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന വേര് ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. ഇത് നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്തപ്പം മീൻ പുറത്ത് ചാടിപ്പോയതാണ് കേട്ടോ. ഇനി അതിനെ പിടിച്ച് തിരിച്ചിടണം. അതാണ് ഇപ്പം നടക്കുന്നത്. കണ്ടോ, അന്നേരം കുറച്ച് മീനൊക്കെ ജമ്പ് ചെയ്യുന്നത് കൊണ്ട് അത് ക്ലീൻ ചെയ്തപ്പം വെളിയിലേക്ക് ചാടിപ്പോയതാണ്.